പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പിതാവായ ദൈവമേ, പ്രത്യേകമായത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഷക്കീന അമേരിക്ക ചാനലിൻ്റെ ഈ പ്രോഗ്രാം വഴി അങ്ങയിലുള്ള വിശ്വാസം, അതുവഴി ഞങ്ങളെല്ലാവരും അങ്ങയുടെ സ്നേഹം അനുഭവിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും ഈ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന വിശ്വാസ പരമ്പരയിലൂടെ അങ്ങ് ഇടയാക്കണമേ. അതിന് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ തിരുക്കുമാരനായ ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ യാചിക്കുന്നു. ആമേൻ. നമ്മുടെ വിശ്വാസ പ്രമാണത്തിൻ്റെ അവസാനത്തെ ഭാഗത്തിലാണ് ഞാൻ ഇന്ന് ശ്രദ്ധിക്കുന്നത്. പാപങ്ങളുടെ മോചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, ശരീരത്തിൻ്റെ ഉയർപ്പിൽ ഞാൻ വിശ്വസിക്കുന്നു, നിത്യജീവനിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആ വിശ്വാസ പ്രമാണം സംഗ്രഹിക്കുന്നത്. വകുപ്പ് 10, 11, 12 കത്തോലിക്ക മതബോധന ഗ്രന്ഥത്തിലുള്ളത്. അത് 3 മേഖലയിൽ ആണ് എൻ്റെ മനസ്സിൽ പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് വന്നത്. ഒന്ന്, അനുദിന ജീവിതത്തിൽ, പ്രത്യേകിച്ച് കുടുംബ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഈശോ അത് വ്യാഖ്യാനിച്ചു തന്നിട്ടുണ്ട്. പാപങ്ങളുടെ മോചനം, ഉയർപ്പ്, നിത്യജീവൻ. അതായത് ലൂക്കായുടെ സുവിശേഷത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ ധൂർത്തുപുത്രൻ്റെ ഉപമയിൽ നമുക്കത് കാണാൻ സാധിക്കും. അതിലേക്ക് നമുക്ക് പിന്നെ വരാം. അത് കഴിഞ്ഞ് ഈശോ പഠിപ്പിച്ചതെല്ലാം പൂർത്തിയാക്കുന്ന ഒരു രംഗമുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിൽ തന്നെ 23-ാമത്തെ അധ്യായത്തിൽ 33 മുതൽ 46 വരെയുള്ള തിരുവചനങ്ങളിൽ എന്തിനു വേണ്ടി പിതാവായ ദൈവം ഈശോയെ ലോകത്തിലേക്ക് അയച്ചു, എങ്ങനെ ഈശോ അത് പൂർത്തീകരിച്ചു എന്നുള്ളതിൻ്റെ ആകെത്തുകയാണ്, സംഗ്രഹമാണ്. അത് നമ്മുടെ അനുദിന ജീവിതത്തിൽ വളരെ, പ്രത്യേകിച്ചും കുടുംബ ജീവിതത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു മേഖലയാണ്. മൂന്നാമത്തത്, ഇത് രണ്ടും അനുദിന ജീവിതത്തിലെ ഉപമയിലൂടെ ഈശോ പറഞ്ഞതും ഈശോയുടെ ജീവിതത്തിൽ പൂർത്തിയാക്കി കാണിച്ചു തന്നതും ഈശോ തിരിച്ചു വരുന്നത് വരെയും ഈ ലോകത്തിൽ തുടർന്നു പോകേണ്ടതിന് കൂദാശകൾ ഈശോ സ്ഥാപിച്ചു. പ്രത്യേകിച്ചും ഈ പാപങ്ങളുടെ മോചനവും ശരീരത്തിനുള്ള ഉയർപ്പും നിത്യജീവനും ബന്ധപ്പെടുത്തി വിശുദ്ധ കുമ്പസാരം എന്ന കൂദാശയെക്കുറിച്ച് കൂടി ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതാണെന്ന് പ്രാർത്ഥനയിൽ വന്നു. അതുകൊണ്ട് അതാണ് പൊതുവെ ഉള്ള എൻ്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹം. നമ്മൾ എന്തെല്ലാം ചെയ്താലും, പ്രത്യേകിച്ച് ഈ മതബോധന ഗ്രന്ഥം മുഴുക്കെ അരച്ചയിലേക്ക് കുടിച്ചാലും ബൈബിള് മുഴുക്കെ നമുക്ക് അറിയാമെങ്കിലും ഇതിൻ്റെയൊക്കെ ആകെത്തുക ഇതാണ്. ഈ കത്തോലിക്ക മതബോധന ഗ്രന്ഥത്തിൽ 25-ാമത്തെ ഖണ്ഡികയിൽ തിരുസഭയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുകയാണ്, സർവോപരി സ്നേഹം. ഇതൊന്ന് വായിച്ച് കേൾപ്പിക്കുന്നത് നല്ലതായിരിക്കും. ഈ ആമുഖത്തിന് എന്ന് പറഞ്ഞാൽ ഈ വിശ്വാസ സംഹിതയുടെ ആമുഖത്തിന് ഉപസംഹാരമായി റോമൻ കത്തോലിക്ക മതബോധന ഗ്രന്ഥം പ്രതിപാദിച്ചിട്ടുള്ള അജപാലന തത്വം ഉദ്ധരിക്കുന്നത് സമുചിതമായിരിക്കും. നമ്മൾ ഈ ടോക്കുകൾ കേൾക്കുകയോ ഞങ്ങൾ വൈദികർ പ്രസംഗിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴും ഇത് വളരെ പ്രധാനമാണെന്ന് തിരുസഭ നമ്മളെ ഓർപ്പിക്കുകയാണ്. എന്താണത്? വിശ്വാസ സത്യത്തിൻ്റെയും അതിൻ്റെ പ്രബോധനത്തിൻ്റെയും ഏക ലക്ഷ്യം അനന്തമായ സ്നേഹം ആയിരിക്കണം. അന്നേരം സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്നു, സ്നേഹത്തിലൂടെ പൂർത്തീകരിക്കുന്നു, സ്നേഹത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈ വിശ്വാസത്തെക്കുറിച്ച് തന്നെ നിങ്ങൾ ഇതിനോടകം മറ്റ് ക്ലാസ്സുകളിൽ കേട്ട് കാണുമായിരിക്കും, ഇല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. 26-ാമത്തെ ഖണ്ഡികയിൽ ഞാൻ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ വിശ്വാസ പ്രഖ്യാപനം സമാരംഭിക്കുന്നത്. ഇതെന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു ബോധ്യം വേണം. പ്രത്യേകിച്ച് ഈ വിശ്വാസ പരമ്പര നമ്മൾ ഇതിൽ പങ്കെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് സ്വന്തം ജീവിതത്തിൽ നമ്മൾ കേൾക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ സംസാരിക്കുന്നത്, ഞങ്ങൾ തന്നെയും കേൾക്കുന്ന നമ്മളെല്ലാവരും അത് ഒന്ന് ബന്ധപ്പെടുത്തി ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തന്നെ തന്നെ വെളിപ്പെടുത്തുകയും തന്നെ തന്നെ മനുഷ്യന് പ്രദാനം ചെയ്യുകയും ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം അന്വേഷിക്കുന്ന മനുഷ്യന് അതിസമ്പുഷ്ടമായ പ്രകാശം നൽകുകയും ചെയ്യുന്ന ദൈവത്തിന് മനുഷ്യൻ നൽകുന്ന പ്രത്യുത്തരമാണ് വിശ്വാസം. ഈ വിശ്വാസം എന്താണെന്നുള്ളത് എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ വരണം. ആത്യന്തിക ലക്ഷ്യം, നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്താണ്? അതാണ് ആ വിശ്വാസ പ്രമാണത്തിന്റെ ഒടുവിൽ പറയുന്നത്, നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. അന്നേരം ഈ ലോകത്തിൽ കടന്നു പോകുന്ന ഒരു ജീവിതമുണ്ട്. അത് നിത്യജീവിതത്തിലേക്കുള്ള ഒരു ഒരുക്കമാണ്. ഈ ലോകത്തിലെ ജീവിതം കഴിഞ്ഞിട്ടുള്ള ജീവിതം
ശാശ്വതമായ ജീവിതം, അതാണ് നമ്മുടെ ലക്ഷ്യം. അതിന് നമ്മൾ നൽകുന്ന, അതിനുവേണ്ടി ദൈവം വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ് നമ്മൾ ഈ വിശ്വാസ പരമ്പരയിലൂടെ കേൾക്കുന്നത്, പ്രത്യേകിച്ചും ഈ മതബോധന ഗ്രന്ഥത്തിലൂടെയും വിശുദ്ധ ബൈബിളിലൂടെയും. അതിന് നമ്മൾ കൊടുക്കുന്ന പ്രത്യുത്തരമാണ് വിശ്വാസം. ഇത്രയും ഒരു ആമുഖമായിട്ട് പറഞ്ഞിട്ട് ആ ലൂക്കായുടെ സുവിശേഷത്തിലേക്ക് നമുക്കൊന്ന് പോകാം. ലൂക്കായുടെ സുവിശേഷത്തില് 15-ാമത്തെ അധ്യായത്തില് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഒരു മനുഷ്യന്, ഒരു പിതാവിന് 2 മക്കളുണ്ടായിരുന്നു. അതിൽ ഒരാള് സ്വത്തൊക്കെ മേടിച്ചുകൊണ്ട് പോയിട്ട് അങ്ങ് പോവുകയാണ്. യഹൂദരുടെ പാരമ്പര്യം അനുസരിച്ച് മരണം കഴിഞ്ഞാല് ആ സ്വത്ത് വിഭജനമൊക്കെ നടക്കാവുള്ളൂ. അന്നേരം ഒരു തരത്തിൽ ആ മനുഷ്യൻ, ആ മകൻ പിതാവ് മരിച്ചെന്നുള്ള രീതിയിൽ ആത്മീയമായിട്ട് പിതാവിനെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഉപേക്ഷിച്ചിട്ട് കൊന്നിട്ടെന്ന് പറയാൻ വേണമെങ്കിൽ പോവുകയാണ്. എന്നിട്ട് നമുക്കറിയാവുന്നത് പോലെ സകലതും ഉണ്ടായിരുന്ന മുഴുക്കയും നഷ്ടപ്പെട്ട് നശിപ്പിച്ച് കഴിഞ്ഞിട്ട് ഒടുവിൽ 15-ാം അധ്യായത്തില് ഉള്ള ഒരു വചനം, നമ്മൾ കുമ്പസാരത്തിനുള്ള ഒരുക്കം കൂടെ ആയിട്ട് ഇതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. 15-ാം അധ്യായത്തില് 16-ാമത്തെ അധ്യായം 16ഉം 17ഉം, പന്നി തിന്നിരുന്ന തവിടെങ്കിലും കൊണ്ട് വയറ് നിറയ്ക്കാൻ അവൻ ആശിച്ചു, പക്ഷേ ആരും അവന് കൊടുത്തില്ല. അപ്പോൾ അവന് സുബോധമുണ്ടായി. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്തെല്ലാം തരത്തിലുള്ള സഹനങ്ങൾ വരുന്നു, മരണം വരെയും കാണും. അന്നേരം നമ്മൾ ഒരു കാര്യം അതിൽ ചിന്തിക്കണം. സഹനങ്ങൾ ദൈവം അനുവദിക്കുന്നതാണ്. നമ്മുടെ തന്നെ കൊള്ളരുതാഴിക കൊണ്ട്, ദൈവകൽപ്പന ലംഘിച്ചതുകൊണ്ട്, നമ്മൾക്ക് മാമുദീസായിലൂടെ, പ്രത്യേകിച്ചും മാമുദീസായിലൂടെയും വിശുദ്ധ മറ്റു കുമ്പസാരങ്ങളിലൂടെ കുർബാനയിലൂടെ ഒക്കെ തന്നിരിക്കുന്ന കൃപകൾ അറിഞ്ഞ് ഉപയോഗിക്കാത്തത് കൊണ്ട് വന്നിട്ടുള്ള സഹനങ്ങൾ വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് കൂട്ടായിട്ട് ആ മകനെ നമുക്കൊന്ന് നോക്കാം. ഇളയ മകൻ ഒന്നും കിട്ടാതെ വന്നപ്പോഴത്തേക്ക് സുബോധം ഉണ്ടായി. എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ട ഒരു കൂദാശയാണ് കുമ്പസാരം എന്ന കൂദാശ. പണ്ട് മുതൽ നമുക്കറിയാമല്ലോ, ശനിയാഴ്ചകളിൽ പ്രത്യേകിച്ച് പള്ളികളിലൊക്കെ കുറഞ്ഞ വർഷം പണ്ടെങ്കിലും ഇപ്പോഴും ഉണ്ടായിരിക്കും, കേരളത്തിലൊക്കെ പള്ളികളിലെ കത്തോലിക്ക പള്ളികളിലൊക്കെ ഇങ്ങനെ ക്യൂ നിൽക്കുമല്ലായിരുന്നു മനുഷ്യർ കുമ്പസാരിക്കാനേ. ഞാൻ ഓർമ്മ ശരിയാണെങ്കിൽ എല്ലാ ആഴ്ചയിലും ശനിയാഴ്ചകളിലെങ്കിലും കുമ്പസാരിക്കാൻ പോകുമായിരുന്നു. വലിയ അറിവൊന്നും ഇല്ലായിരുന്നു, പക്ഷെ കുമ്പസാരിച്ച് കഴിയുമ്പം നന്നായിട്ടൊന്ന് കുളിച്ച് ഉന്മേഷം ശരീരത്തിനുണ്ടാകുന്നത് പോലെ എന്തോ ഒരു പ്രതീതിയായിരുന്നു. പക്ഷേ അത് അമേരിക്കയിൽ വന്നു കഴിഞ്ഞിട്ടും തുടർന്ന് വൈദികനായി കഴിഞ്ഞിട്ട് അത് കുറച്ചുകൂടെ എനിക്ക് അനുഭവമായി. പ്രത്യേകിച്ച് കുമ്പസാരം എന്ന കൂദാശ പരികർമ്മം ചെയ്യുന്നതിൻ്റെ ഒരു കൃപയാണത്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കുമ്പസാരിച്ചില്ലെങ്കിൽ എനിക്ക് വലിയ വിഷമം എന്തോ. അതിൽ ഈ കുമ്പസാരത്തിന്റെ വില നല്ലതുപോലെ ഞാൻ മനസ്സിലാക്കിയിട്ടും കൂടെയാണ് ഈ പിന്നെ പങ്കുവയ്ക്കൽ നടത്തുന്നത്. ശരിക്കും മരിച്ച അവസ്ഥയിൽ നമ്മൾ മരിച്ച അവസ്ഥയിൽ അല്ലെങ്കിൽ മടുത്ത്, ജീവിതം തന്നെ മടുത്തെന്ന് തോന്നുന്ന അവസരങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ വൈദ്യരാണെങ്കിലും മനുഷ്യരാണല്ലോ. ചില സമയത്ത് ആകെ തകർന്നിരിക്കുന്ന അനുഭവമായിരിക്കും. ചിലപ്പം ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന, അല്ലെങ്കിൽ പലതരത്തിൽ. നല്ലൊരു കുമ്പസാരം നടത്തി കഴിയുമ്പം എന്തോ ഒരു പുതിയ ഉണർവാണ്. സംഗതികളൊന്നും മാറി കാണത്തില്ല, പക്ഷെ എന്തോ ഒരു പുതിയ ഉണർവ്. അതൊരു കൃപയാണ്. കുമ്പസാരത്തിലൂടെ ഈശോ തരുന്ന വലിയൊരു കൃപ. അത് എന്താണെന്നുള്ളതിൻ്റെ ഒരു സൂചന ഈ ധൂർത്തപുത്രന്റെ ഉപമയിൽ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനത് ഈ ധൂർത്തപുത്രന്റെ ഉപമ വീണ്ടും കൊണ്ടുവരുന്നത്. എന്നിട്ട് ഈ മകൻ പ്ലാൻ ചെയ്ത്, ഞാൻ പിതാവിനോട് പറയും, അങ്ങേക്കെതിരായിട്ട് സ്വർഗത്തിനെതിരായിട്ടൊക്കെ പാപം ചെയ്തു പോയി, അങ്ങയുടെ മകനെന്ന് വിളിക്കപ്പെടാൻ യോഗ്യതയില്ല, വേലക്കാരനായിട്ട് സ്വീകരിക്കണം എന്നൊക്കെ പോകും എന്നൊക്കെ പറഞ്ഞാണ് പോകുന്നത്. നമുക്കറിയാം ഇത്. എന്നിട്ട് കക്ഷി എഴുന്നേറ്റ്, 20-ാമത്തെ തിരുവചനം, ലൂക്കാ 15:20, അവൻ എഴുന്നേറ്റ് പിതാവിന്റെ അടുത്തേക്ക് കഴിഞ്ഞു. ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. ചിലപ്പോൾ ഞാനിത് വായിക്കുമ്പോൾ കരഞ്ഞു പോവുകയും. നിങ്ങൾ കുടുംബജീവൻ നയിക്കുന്നത് പ്രത്യേകിച്ച് അപ്പന്മാർക്കും അമ്മമാർക്കും എത്രയോ നന്നായിട്ട് ഇത് മനസ്സിലാവും. എല്ലാം നശിപ്പിച്ചിട്ട് ഞാൻ മരിച്ചെന്ന് ഉള്ള രീതിയിൽ എന്നെ ഉപേക്ഷിച്ച് പോയ ഈ മകൻ തിരിച്ചു വരുക. ദൂരെ വെച്ച് തന്നെ ആ ഒരു വചനം നമ്മൾ ശരിക്കും അതൊന്ന് ധ്യാനിക്കണേ. പ്രത്യേകിച്ച് മാതാപിതാക്കളായിട്ടുള്ളവർ എത്രയോ പേരുണ്ട്, മക്കള് ഇറങ്ങിപ്പോയിട്ട് തിരിച്ചു വരാത്തവർ.
അവരെയൊക്കെ കാത്തിരിക്കുന്ന മാതാപിതാക്കൾക്ക് പ്രത്യേകിച്ച് ഇത് മനസ്സിലാവുമല്ലോ. ഈ ഈ കക്ഷി ചെല്ലുമ്പോഴത്തേക്ക് എന്താണ്, ദൂരെ വെച്ച് തന്നെ പിതാവ് കൊണ്ട് ഓടി ചെല്ലുവാണ് മകന്റെ അടുക്കലേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈശോ ഇത് പറയുമ്പം പിതാവായ ദൈവം ഓരോ മകനും ഓരോ മകൾക്കും വേണ്ടി കാത്തിരിക്കുന്ന ആ സ്നേഹത്തിൻ്റെ ഒരു വിശേഷണമാണത്. അവൻ വരുന്നുണ്ടോ, അവൾ വരുന്നുണ്ടോ, ഇന്നെങ്കിലും വരുമോ, ദൂരെ വെച്ച് തന്നെ. എന്നിട്ട് പിതാവ് മനസ്സലിഞ്ഞു ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ഇതൊക്കെ വിശുദ്ധ കുമ്പസാരത്തിൽ നമ്മളൊന്ന് ബന്ധപ്പെടുത്തി നോക്കാൻ തുടങ്ങിയാൽ പരിശുദ്ധാത്മാവ് നമുക്ക് ഇതിന്റെ ആ ഒരു മനോഹരമായിട്ടുള്ള അനുഭവത്തിലേക്ക് കൊണ്ടുപോവുക. കുമ്പസാരിക്കാൻ പോകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കി അത് ചെയ്ത് ഇത് ചെയ്ത് എന്നൊക്കെ പറഞ്ഞ് പോകുന്നത് ഒരു തരത്തിൽ നല്ലതാണ്. പക്ഷെ അതല്ല ആ ലിസ്റ്റിന്റെ അല്ലെങ്കിൽ കുമ്പസാരത്തിലുള്ള ഒരുക്കത്തിന്റെ ഒക്കെ ലക്ഷ്യം ഇതാണ്. ഏതൊക്കെ തരത്തിലാണ് ഞാൻ എൻ്റെ പിതാവായ ദൈവത്തെ മറന്നുപോയത്? ചെറിയ കാര്യത്തിലാണ്, വലിയ കാര്യത്തിലാണ്. വീണ്ടും കുടുംബജീവിതം നയിക്കുന്നവർക്ക് എത്ര നന്നായിട്ട് മനസ്സിലാവും. മകനും മക്കളുള്ളവരാണെങ്കിൽ പ്രത്യേകിച്ച്, അല്ല സഹോദരങ്ങൾ തന്നെയാണെങ്കിലും ഏതെങ്കിലും തരത്തിൽ നമ്മൾ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ, കൂടുതൽ സ്നേഹമുള്ളവർ വേദനിപ്പിക്കുമ്പം ചെറിയ തരത്തിലാണെങ്കിലും കൂടുതൽ വേദനകളല്ലേ എന്ന് പറഞ്ഞ മാതിരി നമ്മൾ ശരിയായിട്ടൊന്ന് ഒരുങ്ങിയിട്ട് ഏതൊക്കെ തരത്തിൽ നമ്മൾ പിതാവിൻ്റെ സ്നേഹത്തെ തള്ളിക്കളഞ്ഞവർ കാണിക്കാനാണ് ഇത് ഒരുക്കം, കുമ്പസാരത്തിനുള്ള ഒരുക്കത്തിന്റെ ലിസ്റ്റ്, എക്സാമിനേഷനോ ആത്മശോധന എന്ന് പറയുന്നത്. എന്നിട്ട് ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഇത് ഓർക്കണം, എന്നെ പിതാവ് കുമ്പസാര കൂട്ടിൽ ഈശോ കൊടുത്തിരിക്കുന്ന അധികാരത്തിൽ ഒരു വൈദികൻ അവിടെ കാത്തിരിക്കുമ്പം പിതാവായ ദൈവമാണ് എന്നെ കാത്തിരിക്കുന്നത്. വൈദികര് നമ്മളെല്ലാവരും മനുഷ്യരായതുകൊണ്ട് വൈദികരുടേതായിട്ടുള്ള ബലഹീനതകളും കുറവുകളും എല്ലാം കാണും. പക്ഷെ വിശ്വാസ പരമ്പരയിൽ നമ്മൾ വിശ്വാസത്തെക്കുറിച്ച് ചിന്തിക്കുമ്പം കത്തോലിക്ക മതബോധന ഗ്രന്ഥത്തിൽ കുമ്പസാരത്തെക്കുറിച്ച് തന്നെ ഒരു സെക്ഷനുണ്ട്, ഒരു ഭാഗമുണ്ട്. അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വായിച്ച് ധ്യാനിച്ച് നമ്മുടെ തന്നെ അനുദിന ജീവിതത്തിലേക്ക് ഒന്ന് പകർത്തുമ്പം കൂടുതൽ അനുഭവമാകും. ഏതായാലും കുമ്പസാര കൂട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ലക്ഷ്യം വേണം. പിതാവ് അവിടെ കാത്തിരിക്കുവാണ്. കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. മകൻ പറഞ്ഞു, പിതാവേ, സ്വർഗത്തിനെതിരായ നിന്റെ മുമ്പിൽ ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല. ബാക്കിയൊന്നും പറയാൻ പിതാവ് സമ്മതിക്കുന്നു പോലും ഇല്ല. ഇതൊക്കെ നമ്മൾ പ്രസംഗങ്ങളിലൊക്കെ കേട്ട് കാണുമായിരിക്കുമല്ലോ. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഈ പാപങ്ങളുടെ മോചനം അത് ആ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്ന സമയത്ത് തന്നെ ഒരു തരത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പിന്നെ നിന്റെ പാപമെല്ലാം നീ എന്നോട് ചെയ്ത കൊള്ളരുതായ്മ എല്ലാം ഞാൻ മറന്നിരിക്കുന്നെന്നുള്ളതിൻ്റെ ഒരു അടയാളമല്ലേ ഓടി വരുന്നതും കെട്ടിപ്പിടിക്കുന്നതും ഒക്കെ. അന്നേരം പാപമോചനം. ഇനി അടുത്തൊരു വചനം, 24-ാമത്തെ തിരുവചനം. എൻ്റെ ഈ മകൻ, നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം. അതിനു മുമ്പ് കാളെ കൊല്ലുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം. എൻ്റെ ഈ മകൻ മൃതനായിരുന്നു, അവനിതാ വീണ്ടും ജീവിക്കുന്നു. ശരീരത്തിന്റെ ഉയർപ്പെന്ന് പറയുമ്പം ശരീരം എന്നതിനെ കുറിച്ച് ഈ കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥത്തിന്റെ 990 ഖണ്ഡികയിൽ പറയുന്നത് നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അന്നേരം ഈ മകൻ 990 ശരീരം എന്ന പദം മനുഷ്യനെ അവന്റെ ദുർബലതയുടെയും മർത്യതയുടെയും അവസ്ഥയിൽ സൂചിപ്പിക്കുന്നു. നമ്മുടെ സകല തകർച്ചകളും കൊള്ളരുതാഴികളും പാപവും എല്ലാം ചേർന്ന ഒരവസ്ഥ, പരിശുദ്ധാത്മാവ് ഇല്ലാത്ത അവസ്ഥ എന്ന് പറയാം ഒരു തരത്തിൽ. ആ ശരീരത്തിന്റെ ഉയിർപ്പിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ശരീരത്തിന്റെ ഉയിർപ്പ് എന്നതിന് മരണശേഷം അമർത്യമായ ആത്മാവ് ജീവിക്കുന്നെന്ന് മാത്രമല്ല, നമ്മുടെ മർത്യമായ ശരീരം പോലും ജീവനിലേക്ക് വരുമെന്ന് കൂടി അർത്ഥമുണ്ട്. അത് 990-ാമത്തെ ഖണ്ഡികയാണ്. പാപങ്ങളുടെ മോചനം, ശരീരത്തിന്റെ ഉയർപ്പ്, എന്നിട്ട് അടുത്തത് നിത്യജീവനല്ലേ. ഈ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 24-ാമത്തെ തിരുവചനം, എൻ്റെ ഈ മകൻ മൃതനായിരുന്നു, അവൻ ഇതാ വീണ്ടും ജീവിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു. അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി. വീണ്ടും 32-ാമത്തെ തിരുവചനത്തിൽ ഇത് കഴിഞ്ഞിട്ട് മൂത്ത മകൻ വരുന്നുണ്ട്. പിതാവിന്റെ കൽപ്പനകൾ അക്ഷരം പ്രതി പാലിച്ച വ്യക്തിയാണ്. അവൻ വരുമ്പോഴത്തേക്ക് വലിയ ബഹളമൊക്കെ കേട്ടിട്ട് വേലക്കാരെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അന്നേരം അവൻ പുറത്ത് നിൽക്കുവാണ്, അകത്തോട്ട് കയറുക പോലും ചെയ്യാതെ. ഇതും കുമ്പസാരത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങുമ്പോൾ നമ്മൾ വളരെ കർശനമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കണം.
എനിക്ക് ആരോടെങ്കിലും, കുടുംബത്തിൽ മാത്രമല്ല ലോകത്തിൽ ആരോടെങ്കിലും എന്തെങ്കിലും രമ്യപ്പെടാനായിട്ട് കിടപ്പുണ്ടോ? ന്യായമായിട്ടുള്ളതായിരിക്കും. ഇളയ മകൻ, എൻ്റെ സഹോദരൻ, അവരെല്ലാം നശിപ്പിച്ചിട്ട് വന്നിട്ട് ഇങ്ങനൊക്കെ പിതാവ് ചെയ്യുന്നു, എന്നോട് ഈ സ്നേഹമൊന്നും കാണിച്ചില്ലല്ലോ. നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിലൊക്കെ എല്ലാവരുടെയും ഒന്നും അല്ലായിരിക്കും, ചിലർക്കെങ്കിലും ഒക്കെ ഇങ്ങനെയുള്ള അനുഭവം പറയാൻ കാണുമല്ലോ. എൻ്റെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, പ്രത്യേകിച്ച് കുമ്പസാരത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങുമ്പോൾ, നമ്മുടെ ഈ വിശ്വാസം നമ്മൾ അനുഭവം ആക്കാൻ തുടങ്ങുമ്പോൾ, ഈ പിതാവ് തന്നിരിക്കുന്ന സ്നേഹം തിരിച്ചറിയാനും അതിന് പ്രത്യുത്തരം കൊടുക്കാനും തുടങ്ങുമ്പം, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒത്തിരി സൂക്ഷിക്കണം നമ്മളെ. ആ കരിസ്മാറ്റിക് ഇതിൽ പ്രാർത്ഥനയിലോട്ട് പാട്ടുണ്ടല്ലോ, ജീവിക്കും ദൈവത്തിന് രൂപിയെ നവ്യമായ എന്നിൽ പകരണമേ, ഉരുക്കി എന്നെ നീ വാർത്തെടുക്കും. പ്രത്യേകിച്ചും കുമ്പസാരത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഉരുക്കപ്പെടാനായിട്ട് നമ്മൾ തയ്യാറായിരിക്കും. ഈ മൂത്ത മകൻ പിതാവിനോട് ഇങ്ങനെ ഇതെല്ലാം പറഞ്ഞ്, നീ അവന് വേണ്ടി കൊഴുത്ത കാളെ കൊന്നെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് പിതാവ് പറഞ്ഞു, മകനെ, നീ എപ്പോഴും എന്നോട് കൂടെ ഉണ്ടല്ലോ, എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ്. വളരെ പ്രധാനമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. മാമോദീസ എന്ന കൂദാശയിലൂടെ നമ്മൾക്ക് സംഭവിച്ചത് എന്നാണെന്നുള്ളൊരു തിരിച്ചറിവ്. അത് ഈ പാപങ്ങളുടെ മോചനത്തെക്കുറിച്ച് പറയുന്നതിൽ കത്തോലിക്ക തിരുസഭയുടെ സെക്ഷനിൽ മാമോദീസയെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മാമോദീസ മുങ്ങുന്ന സമയത്ത് ആ വ്യക്തിക്ക്, കുഞ്ഞുങ്ങളാണെങ്കിൽ ഉത്ഭവഭാവം മാത്രമേ ഉള്ളൂ, പ്രായമായൊരു മനസ്സ് മാമോദീസ മുങ്ങുന്നുണ്ടല്ലോ, ആ നിമിഷം വരെ ചെയ്തിട്ടുള്ള സകല പാപങ്ങളും പുസ്തകത്തിലുള്ളതായിരിക്കാം, ഇല്ലാത്തതായിരിക്കും, എന്തും ആയിക്കോട്ടെ, ചിന്തിക്കാൻ പോലും പറ്റാത്ത പാപങ്ങളായിരിക്കാം. ഒരു പ്രായപൂർത്തിയായ ഒരു വ്യക്തി എന്തെല്ലാം കൊള്ളരുതാതെ കാണിച്ചിട്ടാണേലും മാമോദീസ മുങ്ങാനായിട്ട് തീരുമാനിച്ചു വരുമ്പോൾ ആ നിമിഷം വരെ ചെയ്ത സകല പാപങ്ങളും അതിൻ്റെ കടങ്ങളും കറകളും എല്ലാം പിതാവായ ദൈവം നിമിഷ നേരം കൊണ്ട് കഴുകളയോ. എന്താ വിചാരിക്കുന്നത്? അത്ഭുതങ്ങളാണ്, അത്ഭുതങ്ങൾ, കൂതാശകളെല്ലാം ഈശോ നമുക്ക് വേണ്ടി എന്ത് ചെയ്തെന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് വരണം. കുരിശില് മരിച്ചതിൻ്റെ യോഗ്യതയിലാണ് ഇതെല്ലാം. പിതാവായ ദൈവം പറഞ്ഞ അനുസരിച്ച് പിതാവിന് പ്രത്യുത്തരം കൊടുത്ത് അനുസരണ എന്ന പുണ്യത്തിലൂടെ ഈശോ നേടിത്തന്ന വലിയ നിധിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആദ്യം മാമോദീസായിലൂടെ, പിന്നെ മറ്റു കൂദാശകളിൽ, വിശുദ്ധ കുർബാനയിലൂടെ. അന്നേരം ഈ പാപമോചനം മാമോദീസായിലൂടെ നടന്നതാണ്. അത് കഴിഞ്ഞ് നമ്മൾ പാപം ചെയ്തു പോകുന്നു. കാരണം ഉത്ഭവഭാവത്തിന്റെ ഒരു അനന്തരഫലമാണ് പാപം ചെയ്യാനുള്ള പ്രേരണ. ഇംഗ്ലീഷിൽ കൺക്യൂപിസെറ്റ് എന്ന് പറയും. പാപം ചെയ്തു പോകുന്നു. എങ്കിലും പിതാവായ ദൈവം വീണ്ടും 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 നമ്മളെ കഴുകി ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടുംബജീവിതത്തിലെ കാര്യത്ത് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളെ, മക്കളെ എത്രയോ തവണ കഴുകി കഴുകി വൃത്തിയാക്കി കുളിപ്പിച്ചെടുക്കുന്നു. ഏതെല്ലാം തരത്തിൽ മക്കൾക്ക് പിന്നെയും പിന്നെയും അവസരങ്ങൾ കൊടുക്കുന്നു. അതിൻ്റെയൊക്കെ സ്വർഗീയമായൊരു പൂർത്തീകരണമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ കുംഭസാരം എന്ന കൂദാശയിലൂടെ. ഓരോ തവണയും എന്തെല്ലാം പാപങ്ങളുണ്ടെങ്കിലും അതിനെക്കുറിച്ചൊക്കെ ഈ ഇളയ മകൻ ധൂർത്തപുത്രൻ ചെയ്തതുപോലെ സുബോധത്തോടെ അനുദപിച്ച് പിതാവിൻ്റെ അടുക്കലേക്ക് ചെന്നാൽ മതി. അന്നേരം അത്ഭുതം നടക്കും. എന്നിട്ട് നമുക്കൊരു തിരിച്ചറിവ് വരണം. അന്നേരം ഇതിലൂടെ ഈശോയിൽ നമ്മളെ ഒന്നാക്കിയിരിക്കുകയാണ് മാമോദീസായിലൂടെ. ഈശോയിൽ ഒന്നാക്കിയിരിക്കുന്ന, ഈശോ നമ്മളിലും നമ്മൾ ഈശോയിലും. പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിൽ എൻ്റെ പൂർത്തീകരണം ഈ ലോകത്തിലുണ്ട്. അന്നേരം നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ്, നമ്മൾ എവിടാണെന്നുള്ളൊരു തിരിച്ചറിവ് മതബോധന ഗ്രന്ഥത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സ്വർഗീയ സമ്പത്ത് മുഴുക്കൻ നമ്മുടേതാണ്. പിന്നെ മാംസം മുങ്ങിയ വ്യക്തി ഒന്ന് ചിന്തിച്ചു നോക്കിയ സാമാന്യ ബോധമല്ലേ, ഈശോയിലാണ് ആ വ്യക്തിയെങ്കിൽ, ഈശോ ഇരിക്കുന്നിടത്താണ് വ്യക്തി ഇരിക്കുന്നത്. അതുകൊണ്ടല്ലേ കൊളോസ്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നത്, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ക്രിസ്തു വസിക്കുന്ന ഉന്നതങ്ങളിലുള്ളവയെ അന്വേഷിക്കുവിൻ. നമ്മൾ ഈ ലോകത്തിലാണ്, പക്ഷേ നമ്മുടെ വിശ്വാസം എന്താണ് നമ്മളോട് പറയുന്നത്? നമ്മുടെ പ്രതികരണം എന്താണ്? എന്നെ പിതാവായ ദൈവം പിതാവിൻ്റെ ഭവനത്തിലാക്കിയിരിക്കുകയാണ് ഈശോയിലൂടെ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് വളരെ ആവശ്യമാണ്. എന്നാലേ മറ്റുള്ളവരോട് നമുക്ക് ക്ഷമിക്കാൻ പറ്റത്തുള്ളൂ. ഈ മൂത്ത മകന്
അനുസരണം ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷേ സ്നേഹത്തോടെയുള്ള ഒരു അനുസരണമായിരുന്നോ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കണം. കാരണം ഇവൻ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമല്ലോ ഇങ്ങനെ. അന്നേരം ഈ അപ്പം പറയുന്ന ഈ ഒരു കാര്യം, നീ എപ്പോഴും എന്നോട് കൂടെ ഉണ്ടല്ലോ. നമ്മുടെ ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും നമ്മൾ ദൈവത്തോട് കൂടെയാണോ, ഈശോയോട് കൂടെയാണോ, നമ്മൾ വളരെ ഗൗരവമായിട്ടൊന്ന് ചിന്തിക്കണം. എന്നിട്ട് ഈ അപ്പം പറയുവാണ്, ഇപ്പോൾ നമ്മൾ ആഹ്ലാദിക്കാൻ വേണം. എന്തെന്നാൽ നിന്റെ ഈ സഹോദരൻ മൃതനായിരുന്നു. ഇത് 2ാം തവണയാണ് ആ ചെറിയൊരു സെക്ഷനിൽ പറയുന്നത്, ഈശോയെ ഈ ഉപമയിൽ പറയുന്നത്. അപ്പം പറഞ്ഞെന്ന്, നിന്റെ ഈ സഹോദരൻ മൃതനായിരിക്കുന്നു, ഇപ്പോൾ ജീവിക്കുന്നു. അന്നേരം ഈ മരണവും ഉയർപ്പും കൂദാശകൾ തിരുസഭയുടെ ആധികാരികമായ പ്രാർത്ഥന ആരാധന ക്രമമായതുകൊണ്ട് അതിൽ പറയുന്നത്, ആധികാരികമായി പറയുന്നത് അന്നേരം തന്നെ സംഭവിക്കുന്നുണ്ട്. ഇതെന്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞിട്ട് കൂദാശ ചെയ്ത അപ്പം എടുത്ത് കാണിക്കുമ്പോൾ അത് ഈശോയുടെ ശരീരമാണ് എന്ന് പറഞ്ഞ മാതിരി, വീഞ്ഞു കൂദാശ ചെയ്ത് കഴിയുമ്പം ഇതെന്റെ രക്തമാകുന്നെന്ന് ഈശോ പറയുമ്പോൾ അത് തിരുരക്തമാണ് എന്ന് പറഞ്ഞ മാതിരി, പാപമോചനത്തിൽ നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നെന്ന് പുരോഹിതനിലൂടെ ഈശോ പറയുമ്പം മോചിക്കപ്പെട്ട് കഴിഞ്ഞ്. എന്നാൽ നമുക്കൊരു തിരിച്ചറിവ് വരണം. ഈ ഇളയ മകൻ അവന്റെ പിതാവിന്റെ ഭവനത്തിൽ വീണ്ടും മകനെ പോലെ ജീവിക്കാനുള്ള അവസരം പിതാവ് കൊടുത്തതുപോലെ അതിനേക്കാളും വലുതായിട്ട് സ്വർഗത്തിലായിരിക്കാനും, പരിശുദ്ധ അമ്മ എൻ്റെ സ്വന്തം അമ്മയാണ്, വിശുദ്ധ ഔസേപ്പ് പിതാവ് ഈശോയെ കാത്തതുപോലെ എന്നെയും കാക്കുന്നുണ്ട്, ഞാൻ ഈശോയിലും ഈശോ എന്നിലുമാണ് എന്നൊക്കെയുള്ള ലളിതമായ സത്യം നമുക്ക് ഓർക്കാൻ സാധിച്ചാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, പിതാവിന് എത്രയോ ആനന്ദമായിരിക്കും. നമ്മൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണം. ഇതും 2ാമത്തെ തവണയാ ആ സെക്ഷനിൽ, ആ ലൂക്കായുടെ സുവിശേഷത്തിൽ 15ാം അധ്യായത്തിലെ ആ ധൂർത്തപുത്രന്റെ ഉപമയിൽ പിതാവ് പറയുന്നതായിട്ട് ഈശോ പറയുന്നത്. ഇത് നമ്മുടെ തന്നെ ജീവിതത്തിൽ നമ്മളൊന്ന് ഉൾക്കൊള്ളണം, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആക്കണം, എന്നിട്ട് കുമ്പസാരിക്കാനായിട്ട് പോകണം. ഇത് നേരം ആദ്യം നമ്മൾ പറഞ്ഞത് ഈ ധൂർത്തപുത്രന്റെ കാര്യം. 2ാമത്തേത് ആ ലൂക്കായുടെ സുവിശേഷത്തിൽ ഈശോ എങ്ങനെ ഇത് സംഗ്രഹിച്ചു എന്നുള്ളത് ആ 23ാമത്തെ അധ്യായത്തിൽ 33 മുതൽ 46 വരെയുള്ള തിരുവചനങ്ങളിലുണ്ട്. അതിന്റെ സംഗ്രഹമായിട്ട് പറയാവുന്നത് 34ാമത്തെ തിരുവചനം. ഈശോ കുരിശെ കിടക്കുവാണ്, ഈശോ ക്രൂശിച്ചവരെല്ലാം അവിടെ നിൽപ്പുണ്ട്. ഈശോ എന്താണ് ചെയ്തത്? ആരെയും ശപിക്കുന്നില്ല. ദൈവമാണിത്. ഒരു നോട്ടം കൊണ്ട് ഇവരെല്ലാം ഭസ്മമാക്കാം. ഈശോ എന്താ ചെയ്തത്? പിതാവിന് ഇതെല്ലാം സഹനമെല്ലാം കൊടുത്തിട്ട് പറയുന്ന ഒരു പ്രാർത്ഥന, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. കുടുംബജീവിതത്തിലെ പ്രത്യേകിച്ച് ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ, മാതാപിതാക്കളും മക്കളും തമ്മിലും, മക്കളും തിരിച്ചും സഹോദരങ്ങൾ തമ്മിലും, ചിലപ്പോൾ ചിലരൊക്കെ പറയും, നിങ്ങൾ അച്ഛന്മാർക്ക് എന്നാ കുടുംബജീവിതം ഉണ്ടോ അറിയാവുന്ന? ഞാൻ 10-1 എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം കുടുംബത്തിൽ നിന്ന് വന്നവരാ. പലതരത്തിലുള്ള പ്രശ്നങ്ങളാണെന്നേ ഉള്ളൂ. അന്നേരം ഈ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഈ രമ്യതക്കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ വിശ്വാസം അനുസരിച്ച് പ്രതികരിക്കാൻ സാധിക്കത്തില്ല. എന്തുകൊണ്ടാണ്? ഈ പിണക്കത്തിന്റെ ദുരാത്മാവ് അകത്തിരിപ്പുണ്ട്. അവൻ അനുവദിക്കത്തില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നു, കുദാശകളൊക്കെ സ്വീകരിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ ആ മൂത്ത മകനെ പോലെ ആയിരിക്കും. അതുകൊണ്ട് ഇതൊന്നും നമ്മൾ ചിന്തിക്കണം. ഈശോ ഇതെല്ലാം പറഞ്ഞിട്ട് അത് തെളിയിച്ചു തന്നെ. എന്ത് സംഭവിച്ചു? 34ാമത്തെ തിരുവചനത്തില് പിതാവേ ഇവർ ചെയ്യുന്ന അറിയുന്നില്ല, ഇവർ ക്ഷമിക്കണേ, അത് പറഞ്ഞ ഉടനെയാണ് ഒരു കള്ളന് മാനസാന്തരം വരുന്നത്. എന്നിട്ടോ അവൻ ഈശോ മറ്റേ കള്ളനെ തിരുത്തി കൊടുത്ത്, എടാ ഇത് നമ്മൾക്ക് കിട്ടിയത് നമ്മൾ അർഹിക്കുന്നതാണ്. പാപബോധമേ, ഈ മനുഷ്യൻ ഒരു പാപവും തെറ്റും ചെയ്തിട്ടില്ല. എന്നിട്ട് തിരിഞ്ഞ് ഈശോ നോക്കിയിട്ട് പറഞ്ഞ്, എന്നെ കൂടി, നീ നിന്റെ രാജ്യത്തിൽ ചെല്ലുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ. വളരെ പ്രധാനമാണിത്. നമ്മളുടെ സഹനങ്ങൾ ഇങ്ങനെ കാഴ്ച വയ്ക്കുമ്പോൾ പിതാവ് പരിശുദ്ധാത്മാവിനെ അയക്കുന്നു, പരിശുദ്ധാത്മാവ് പാപബോധം കൊടുക്കുന്നു. ആ കള്ളൻ അന്ന് സ്വർഗത്തിൽ പോയി. കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ സ്വർഗത്തെക്കുറിച്ച് പറയുന്ന മനോഹരമായ ഒരു വചനമുണ്ട്.
സ്വർഗം എന്നത് എന്താണെന്നുള്ളത് ഈശോയോട് കൂടെ, ക്രിസ്തുവിനോട് കൂടെ ജീവിക്കുക എന്നതാണ് സ്വർഗം. ക്രിസ്തുവിനോട് കൂടെ ജീവിക്കുക. 1025 കണ്ണിക. സ്വർഗത്തിൽ ജീവിക്കുക എന്നത് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുക എന്നതാണ്. അന്നേരം പാപങ്ങളുടെ മോചനം, ശരീരത്തിന്റെ ഉയർപ്പ്, നിത്യജീവൻ. ഈ കള്ളൻ അന്ന് ഈശോ പറയുവാണ്, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലായിരിക്കും. അവൻ അന്ന് സ്വർഗത്തിൽ പോയെന്ന് ചുരുക്കം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഒരു അരൂപിയിലൂടെ ഹൃദയത്തിൽ ഒന്നും ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ഇല്ല എങ്കിൽ നമ്മൾ ഈശോയോട് കൂടെയാണ്. നമുക്കൊരു ബോധ്യം വേണം. കുറ്റബോധം പിശാച് കൊണ്ടിരുന്നതാണ്, പാപബോധം പരിശുദ്ധാത്മാവ് കൊണ്ടിരുന്നതാണ്. പാപബോധം ഉണ്ടായാൽ ഓടിച്ചെല്ലുക പിതാവിന്റെ അടുക്കലേക്ക് എന്ന പോലെ, കുടുംബജീവിതത്തിൽ മാതാപിതാക്കളുടെ അടുക്കലേക്ക് മക്കൾ ഓടി വരുന്നത് പോലെ അത് നമ്മൾ പകർത്തണം. ഞാൻ പിതാവിന്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലുവാണ്. പിന്നെ നമുക്ക് കുറ്റബോധത്തിന്റെ ആവശ്യമില്ല. പിന്നെ നമ്മൾ സന്തോഷിക്കണം. ഞാൻ ഓർക്കുന്നുണ്ട്, നാട്ടിൽ അബ്രഹാം കടിയക്കുഴി അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ധ്യാനത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത്, പാത്രം കഴിക്കൊണ്ടിരുന്നാൽ മാത്രം പോരാ, കഴുകിയ പാത്രത്തിൽ നല്ല ഭക്ഷണം ഇട്ട് രുചിച്ച് ഭക്ഷിക്കണം എന്ന് പറഞ്ഞ മാതിരി നമ്മുടെ വിശ്വാസത്തിനനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന സഹനം പോലും ഈശോയോട് ചേർന്നാണെന്നുള്ള ഒരു അനുഭവം അതുണ്ടെങ്കിലോ നമ്മൾ സ്വർഗത്തിലാണ്. ഈ ലോകത്തിലായിരിക്കുമ്പോഴും സ്വർഗത്തിൽ ജീവിക്കുക എന്നത് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുക എന്നതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സ്വർഗീയ ജീവിതം എന്ന് പറയുന്നത് പിന്നീട് കിട്ടാൻ പോകുന്ന അതിന്റെ പൂർണ്ണതയാണേ. മാമോദീസായിലൂടെ നമ്മൾ സ്വർഗത്തിൽ ആണ്. എഫേസൂസാർക്ക് എഴുതിയ ലേഖനം, റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലൊക്കെ പൗലോസ് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് റോമ 6-ാമത്തെ അധ്യായത്തിൽ 3-4 തിരുവചനങ്ങൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി മാമോദീസ സ്വീകരിച്ച നിങ്ങൾ. അന്നേരം യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടെന്ന് പറഞ്ഞാൽ ഈശോയോട് കൂടെയാണ്. നമ്മൾ മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും ഒക്കെ അവിടെ ആയിരുന്നാൽ മതി. അന്നേരം സ്വർഗത്തിലായിരിക്കുമ്പോഴും പ്രത്യേകിച്ച് കുടുംബജീവിതം നയിക്കുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളാണ്. ആ കുടുംബം തന്നെ സ്വർഗമാണ്. പിന്നെ ശരിക്കും നമ്മളത് അറിഞ്ഞങ്ങോട്ടും ജീവിച്ചാൽ മതി. ഇതൊക്കെ അറിഞ്ഞ് ജീവിക്കാൻ തുടങ്ങി കഴിയുമ്പോഴോ പിതാവായ ദൈവം ഈശോയിലൂടെ നമ്മളിലേക്ക് പരിശുദ്ധാത്മാവി ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന ആ സ്നേഹം അനുഭവിക്കാൻ തുടങ്ങി കഴിയുമ്പോഴോ എൻ്റെ പ്രിയപ്പെട്ടവരെ, സഹനം എത്രയോ അനുഗ്രഹപ്രദമെന്ന് നമുക്ക് കാണാൻ പറ്റും. കാര്യം എന്താണ്? ഈശോ നമ്മളിലൂടെ അനേകരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി വീണ്ടും പീഡാനുസഹനം തുടർന്നുകൊണ്ടിരിക്കുക. ഈ ഒരു തിരിച്ചറിവൊക്കെ നമുക്ക് വന്നാൽ മതി. അന്നേരം പിന്നെ നമ്മൾ നമ്മുടെ പ്രാർത്ഥനകൾ തന്നെ മാറ്റാൻ തുടങ്ങും. പിന്നെ നന്ദി പ്രകടനമാണ്, സ്തുതിപ്പാണ്. കാരണം നമ്മൾ സ്വർഗത്തിലാണെന്നേ തിരിച്ചറിവ് വന്നാൽ മതി. ഒക്കെ നമ്മുടെ അകത്തുണ്ട്. പരിശുദ്ധാത്മാവ് വഴി ഈശോയുടെ പീഡാസഹനത്തിന്റെ യോഗ്യതയിൽ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കും.